ഇപ്പോൾ വരുന്ന വാർത്ത, യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ പേരിൽ നടക്കുന്ന പണപ്പിരിവ് വ്യാജമെന്ന് വിദേശകാര്യ മന്ത്രാലയം. സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നതെല്ലാം തട്ടിപ്പാണെന്ന് വിദേശകാര്യ മന്ത്രാലയം എക്സിലൂടെ അറിയിച്ചു. പിയാ സുനിൽ നമുക്കൊപ്പം ചേരുകയാണ്. പിയാ സുനിൽ, ഗുഡ് ഈവനിംഗ്. നിമിഷപ്രിയയുടെ പേരിൽ വെരിഫൈഡ് ഹാൻഡിലൂടെയുള്ള ഒരു പ്രചാരണമാണ് എക്സിലടക്കം നമ്മൾ കണ്ടത്. ഇതേക്കുറിച്ച് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വരുത്തുന്ന വ്യക്തത എന്താണ്? സുജിയ, വലിയ പണപ്പിരിവാണ് ഇപ്പോൾ നിമിഷപ്രിയയുടെ പേരിൽ രാജ്യത്ത് നടക്കുന്നത് എന്നാണ് നമുക്ക് ഈ ഒരു ഡോക്ടർ കെ.എ. പോൾ എന്ന ആളിന്റെ എക്സിലെ പോസ്റ്റ് പരിശോധിച്ചാൽ മനസ്സിലാവുക. ഏതായാലും ഈ പോസ്റ്റ് ഫേക്ക് ആണ് എന്ന് ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുകയാണ്. 8.5 കോടി രൂപ അത്യാവശ്യമായി വേണം എന്നാണ് ഈ പോസ്റ്റിലൂടെ ഡോക്ടർ കെ.എ. പോൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാമ്പത്തിക ആവശ്യമില്ല, ഇങ്ങനെ ഒരു പണപ്പിരിവിന്റെ ആവശ്യമില്ല എന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പറയുകയാണ്. ഏതായാലും നിമിഷപ്രിയയുടെ പേരിൽ വലിയ തട്ടിപ്പുകൾ, സാമ്പത്തിക തട്ടിപ്പുകൾ പലയിടങ്ങളിലും നടക്കുന്നു എന്നതുകൂടിയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഈ ഒരു പോസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ഇപ്പോൾ ഡോക്ടർ കെ.എ. പോൾ എന്ന പേരിൽ ഇപ്പോൾ ട്വിറ്ററിൽ പ്രചരിക്കുന്ന പണപ്പിരിവ് ഫേക്കാണ്, അത് തെറ്റാണ്, അത് തട്ടിപ്പാണ് എന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയാണ്. നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. സാധ്യമായ എല്ലാ വഴികളും വധശിക്ഷ ഒഴിവാക്കി കിട്ടാൻ സ്വീകരിക്കും എന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ ചില വ്യക്തികൾ ഇത്തരത്തിൽ സ്വയം അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വ്യാപകമായി പണപ്പിരിവ് നടത്തുകയും തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഈ എക്സ്പോസ്റ്റിലൂടെ വലിയൊരു മുന്നറിയിപ്പ് നൽകുന്നത്. ഇപ്പോൾ വ്യാജ വാർത്തയാണ് എന്നത് ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. ഇതനുസരിച്ച് ഈ പണപ്പിരിവിൽ ആരെങ്കിലും പണം കൊടുക്കാനായി തയ്യാറാവുകയോ ഇനിഷ്യേറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തട്ടിപ്പിൽ പെട്ടുപോകരുത്. അങ്ങനെ ഒരു പണപ്പിരിവ് നടത്തുന്നത് അത് തികച്ചും അങ്ങനെ ഒരു കാര്യം നടത്തി നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതിനായിട്ടുള്ള ഫണ്ട് സമാഹരണത്തിനായല്ല എന്നത് മനസ്സിലാക്കുക.